ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ എന്നൊരു വ്യക്തിയായിരിക്കും. നമുക്ക് എന്തെല്ലാം അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹാപ്പിനെസ്സും നമ്മളുടെ മെൻ്റൽ പീസ് അല്ലെങ്കിൽ പീസ് ഓഫ് മൈൻഡുമാണ്. പൊതുവേ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഒരു എക്സാമിനേഷൻ സ്റ്റഡി ഒക്കെ നമ്മൾ നടത്തി കഴിഞ്ഞാൽ ഒന്നാമതായി നമുക്കറിയാം, അപ്പം നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, ഒട്ടുമിക്ക ആൾക്കാരും ട്രൂലി ഹാപ്പി അല്ല, അല്ലെങ്കിൽ ശരിക്കുള്ള മെൻ്റൽ പീസ് ആർക്കും ഇല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനൊരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള വശമുണ്ട്. സ്പോണ്ടേനിയസ് ഇൻ ദ സെൻസ്, കാരണം നമ്മൾ ഈ ഭൂമിയിൽ മനുഷ്യരായിട്ട് ജീവിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും, കാരണം നമ്മൾ ലിമിറ്റേഷൻസ് ഒത്തിരിയുള്ള ക്രീച്ചേഴ്സാണ്, ഒത്തിരി പരിമിതികളുള്ള ക്രീച്ചേഴ്സാണ്, ജീവി വർഗ്ഗമാണ് നമ്മൾ മനുഷ്യരെന്ന് പറഞ്ഞാൽ. എല്ലാ ജീവികളും അങ്ങനെ തന്നെ. ബട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട് ഹ്യൂമൻസ്. ഇല്ല, നമ്മളിപ്പോൾ ഇപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും 100% എന്ന് പറയുന്ന ഒരു അളവ്, അല്ലെങ്കിൽ 360 ഡിഗ്രി എന്ന് പറയുന്ന ഒരു അളവ് എടുത്തു കഴിഞ്ഞാൽ, ആ അളവിൻ്റെ പകുതി പോലും നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു കാര്യത്തിൽ നമുക്ക് അറ്റൈൻ ചെയ്യാൻ സാധിക്കത്തില്ല. അതിപ്പോൾ ഏത് കാര്യമായാലും ശരി, നമ്മുടെ ഇൻ്റലിജൻസ് ആയാലും ശരി, നമ്മുടെ ബ്രെയിൻ പവർ ആയാലും ശരി, നമ്മുടെ മെൻ്റൽ സ്ട്രെങ്ത് ആയാലും ശരി, നമ്മളുടെ ഈ പറഞ്ഞ ഹാപ്പിനെസ്, പീസ് ഓഫ് മൈൻഡ്, പിന്നെ സക്സസ്, ഫെയിലുവർ, അല്ലെങ്കിൽ ഏത് കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിന് ഈ പറഞ്ഞ ഒരു 100% എന്നുള്ളൊരു മെഷർ, അല്ലെങ്കിൽ 360 ഡിഗ്രി എന്നുള്ള മെഷറിലേക്ക് നമുക്ക് എന്നുവെച്ചാൽ ഒരു മാസീവായിട്ടുള്ള സ്കെയിലിൽ നമുക്കൊന്നും തന്നെ നഷ്ടപ്പെടുത്തില്ല, നമുക്കൊന്നും അച്ചീവ് ചെയ്യാൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ ഗെയിൻ ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്രീച്ചറാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ലിമിറ്റേഷൻ, പരിമിതികളുടെ വലിയൊരു നടുവിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ആ പരിമിതികൾ നമ്മളുടെ ജീവിതത്തെ എല്ലാ മേഖലയിലും, എന്നുവെച്ചാൽ നമ്മളുടെ ശാരീരികവും മാനസികവും ഭൗതികവും, പിന്നെ അതിന് മേളിൽ ഏതെങ്കിലും ഒരു മേഖലയുണ്ടെങ്കിൽ, ഇപ്പം ആത്മീയ എന്നൊക്കെ പറഞ്ഞ മേഖല നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ, സ്പിരിച്വൽ എന്നൊക്കെയുള്ള മേഖല നമ്മൾ കണക്കിലെടുക്കുക എന്ന് വെച്ചാൽ നമുക്ക് വിസിബിളായിട്ടും ഇൻവിസിബിളായിട്ടുള്ള നമ്മളുടെ ലൈഫിനെ ബാധിക്കുന്ന എല്ലാ മേഖലകളിലും തീർച്ചയായിട്ടും ഈ പറഞ്ഞ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞ വലിയൊരു റിയാലിറ്റിയാണ്. അപ്പോൾ ആ ലിമിറ്റഡായിട്ടുള്ള ആ ലിമിറ്റേഷനകത്തിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ജീവിക്കുക എന്നുള്ളൊരു പിന്നെ എന്താണ് കർത്തവ്യം, അല്ലെങ്കിൽ ഫിനോമിന, ഒരു പ്രതിഭാസം നമുക്ക് നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അതിനെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ലിമിറ്റേഷനുള്ള ക്രീച്ചറാണ്. നമുക്ക് പിന്നെ എല്ലാത്തിനും നമുക്ക് കഴിവില്ല, എല്ലാം നമുക്ക് പൂർണ്ണമായിട്ടും കഴിയത്തില്ല. നമുക്ക് പല കാര്യങ്ങളും ഒരു നിശ്ചിത പരിധിയിൽ മാത്രമേ നമുക്ക് ചെയ്യുവാനും നേടുവാനും, അല്ലെങ്കിൽ അതിനെയൊക്കെ നമുക്ക് അനുഭവിക്കാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഹാപ്പിനെസ്സിൻ്റെ കാര്യത്തിലും പീസ് ഓഫ് മൈൻഡിൻ്റെ കാര്യത്തിലെല്ലാം തന്നെ അത് ബാധകമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ലൈഫിൻ്റെ സ്റ്റെബിലിറ്റി, സന്തുലിതാവസ്ഥ നമുക്ക് ഉറപ്പാക്കാൻ കഴിയുന്ന രണ്ട് ക്രിട്ടിക്കൽ ഫാക്ടറാണ്. ഒന്ന് മെൻ്റൽ ഹാപ്പിനെസ്സും, മെൻ്റൽ ഹാപ്പിനെസ്സാണ് നമ്മുടെ ഹാപ്പിനെസ്. എല്ലാം നമ്മുടെ മനസ്സിൽ നിന്നാണ് തുടങ്ങുന്നത്. എന്തും തന്നെ, നല്ലതും ചീത്തയും, ഗുഡ് ആൻഡ് ബാഡ്. ഗുഡ് ആൻഡ് ബാഡ് എന്നല്ല, ഗുഡ് ഓർ ബാഡ്. കാരണം ഗുഡ് ആൻഡ് ബാഡ് എന്ന് പറയാൻ പറ്റത്തില്ല, രണ്ടും ഒരുമിച്ച് സംഭവിക്കത്തില്ല. ഗുഡ് ഓർ ബാഡ്, നമുക്ക് ഫേവറബിളായിട്ടുള്ളതും അൺഫേവറബിളായിട്ടുള്ളതും എല്ലാം തന്നെ നമ്മളുടെ മനസ്സിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മനസ്സാണ് ക്രിട്ടിക്കൽ, മനസ്സാണ് ക്രൂഷ്യൽ. മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ ഓർഗനൊന്നുമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് നത്തിങ് ബട്ട് എ ബണ്ടിൽ ഓഫ് തോട്ട്സ്, ഇമാജിനേഷൻസ്. തോട്ട്സ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ മൈൻഡ് ഈസ് എ ക്രിയേറ്റർ അല്ലേ? ക്രിയേറ്ററുമാണ്. മൈൻഡ് ഈസ് ദ ഡിസ്ട്രോയർ ഓൾസോ. എന്നുവെച്ചാൽ നമ്മുടെ ഫ്രണ്ടും എനിമിയും മൈൻഡാണ്, നമ്മളുടെ തന്നെ മൈൻഡാണ്. അപ്പം ദാറ്റ് മൈൻഡ് ക്രിയേറ്റ്സ് ദ ഹാപ്പിനെസ്
ഓർ ദാറ്റ് മൈൻഡ് ഡിസ്ട്രോയ്സ് ദ ഹാപ്പിനെസ്, അല്ലെങ്കിൽ ദാറ്റ് മൈൻഡ് ക്രിയേറ്റ്സ് യുവർ പീസ് ഓഫ് മൈൻഡ്, അല്ലെങ്കിൽ ദാറ്റ് മൈൻഡ് യുവർ ഓൺ മൈൻഡ് ഡിസ്ട്രോയ്സ് യുവർ ഓൺ പീസ് ഓഫ് മൈൻഡ്. അപ്പോൾ ഈ രണ്ട് ക്രിട്ടിക്കൽ പില്ലറാണ് നമ്മുടെ ഹാപ്പിനെസ്സും പിന്നെ പീസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് രണ്ടും ക്രിട്ടിക്കൽ ഫാക്ടറാണെങ്കിൽ, കാരണം നമ്മുടെ ലൈഫിൻ്റെ സന്തുലിതാവസ്ഥ നമുക്ക് നിർത്തുവാൻ വേണ്ടി ഇത് നമ്മുടെ മനസ്സിൻ്റെ ഒരു മെൻ്റൽ കണ്ടീഷനാണ് ശരിക്കും പറഞ്ഞാൽ. ഹാപ്പിനെസ് നമ്മുടെ ജീവിതത്തിൽ എന്തും മെൻ്റൽ കണ്ടീഷനാണ്. ഹാപ്പിനെസ് ആയാലും പിന്നെ പീസ് ഓഫ് മൈൻഡ് ആയാലും. ഇനി ലാക്ക് ഓഫ് ഹാപ്പിനെസ്, നമ്മൾ ഹാപ്പി അല്ലെങ്കിലും നമുക്ക് മനസ്സമാധാനം ഇല്ലെങ്കിലും, വെൻ വി ആർ ആംഗ്രി, വെൻ വി ആർ ജെലസ്, വെൻ വി ആർ ഗ്രീഡി, വെൻ വി ആർ ഇൻ ലവ്, വെൻ വി ഹെയ്റ്റ്, ഇല്ലേ, നമ്മളിതൊക്കെ പറയുന്നു നമ്മൾ മനുഷ്യമായിട്ട് ബന്ധപ്പെടുത്തി. ഇതെല്ലാം നമ്മുടെ മെൻ്റൽ കണ്ടീഷനാണ് ശരിക്കും പറഞ്ഞാൽ. അതിനെ നമ്മൾ ഔട്ട്വേർഡായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്വേർഡായിട്ടുള്ള ട്രാൻസ്ലേഷൻ മാത്രമേ ഉള്ളൂ നമ്മൾ പുറമേ കാണുന്നതല്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് എവറിത്തിങ് സ്റ്റാർട്ട്സ് ഇൻ ദ മൈൻഡ്, എല്ലാം മനസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഹാപ്പിനെസ്സും പീസ് ഓഫ് മൈൻഡും അതുകൊണ്ടാണല്ലോ പീസ് ഓഫ് മൈൻഡ് എന്ന് തന്നെ പറയുന്നത്, അല്ല മെൻ്റൽ പീസ്. നമ്മൾ മെൻ്റൽ പീസ് എന്നാണ് പറയുന്നത്. ഹാപ്പിനെസ് അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ, മെൻ്റൽ ഹാപ്പിനെസ്സാണ്, അല്ല ഹാപ്പിനെസ് ഓഫ് ദ മൈൻഡാണ്. അതങ്ങനെ പറയുന്നില്ലെന്നേ ഉള്ളൂ. നമ്മൾ പീസിനെക്കുറിച്ച് പറയുമ്പോൾ മെൻ്റൽ പീസ് എന്ന് പറയും, അല്ലെങ്കിൽ പീസ് ഓഫ് മൈൻഡ് എന്ന് പറയും. അതിൽ തന്നെ നമുക്കറിയാം മൈൻഡിൻ്റെ പീസ്ഫുൾനെസ്സാണ് ശരിക്കും പറഞ്ഞാൽ ശരിയായിട്ടുള്ള പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ യുദ്ധം ചെയ്ത് ലക്ഷക്കണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആൾക്കാരെ കൊന്നിട്ട് പിന്നെ ഉണ്ടാക്കുന്ന സമാധാന പീസല്ല നമ്മൾ പീസ് എന്ന് പറയുന്നതല്ല. ഒരു വ്യക്തിയായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കുണ്ടാകേണ്ട ഒരു മെൻ്റൽ കണ്ടീഷനാണ് മെൻ്റൽ പീസ് അല്ലെങ്കിൽ പീസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹാപ്പിനെസ് ഓഫ് മൈൻഡും നമ്മുടെ മെൻ്റൽ പീസും അല്ല പീസ് ഓഫ് മൈൻഡും തമ്മിൽ ബന്ധമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും വിർച്വലി എന്നല്ല, ശരിക്കും പറഞ്ഞാൽ ലിറ്ററലി ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. കാരണം ഇഫ് യു ആർ ഹാപ്പി യു ഹാവ് പീസ് ഓഫ് മൈൻഡ്, ഇഫ് യു ആർ അൺഹാപ്പി യു ഡോണ്ട് ഹാവ് പീസ് ഓഫ് മൈൻഡ് എന്നുള്ളതാണ്, ഇല്ലേ? എന്നുവെച്ചാൽ നമുക്ക് ഫാൻ ഇട്ടോട്ടെ, പിന്നെ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ, ട്രൂ ഹാപ്പിനെസ്സാണ് ഞാൻ പറയുന്നത്, നമുക്ക് ട്രൂ ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ വി ആർ ട്രൂലി ഹാവിങ് പീസ് ഓഫ് മൈൻഡ്. നമുക്ക് ശരിയായ പീസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ മനസ്സമാധാനമുണ്ട്. ശരിയായ മനസ്സമാധാനം ഉണ്ടെങ്കിൽ വി ആർ ഹാപ്പി ഓൾസോ. ഇത് ഒന്നില്ലെങ്കിൽ മറ്റൊന്നില്ല എന്നുള്ളതാണ്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ രണ്ട് പേരിൽ അറിയപ്പെടുന്നുള്ളൂ. ഇത് രണ്ട് മെൻ്റൽ സ്റ്റേറ്റ് അല്ല, രണ്ടും ഒരേ മെൻ്റൽ കണ്ടീഷനാണ്, മെൻ്റൽ സ്റ്റേറ്റാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് നമുക്കിങ്ങനെ ഒരു മൈൻഡ് കണ്ടീഷൻ അല്ലെങ്കിൽ മെൻ്റൽ കണ്ടീഷൻ അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഓഫ് കോഴ്സ് നമ്മുടെ ലൈഫിനെ അലോസരപ്പെടുത്തുന്ന ഒത്തിരി ബാഹ്യമായിട്ടുള്ള അവസ്ഥകളും വ്യക്തികളും പരിസ്ഥിതികളും ഒക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. കാരണം നമുക്ക് നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് നമുക്ക് നമ്മളെ ഡിറ്റാച്ച് ചെയ്ത് എക്സ്ട്രിക്കേറ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. ഇപ്പോൾ നമ്മുടെ ഫാമിലിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ അവിടുത്തെ പല അവസ്ഥകളും ഇറിക്സം എന്ന് പറയാം, ഇറിറ്റേറ്റിംഗ് ആയിരിക്കും, അൺസപ്പോർട്ടീവ് ആയിരിക്കും. അവിടെ എപ്പോഴും നോയ്സി ആയിരിക്കും, ബഹളങ്ങളും പ്രശ്നങ്ങളും പ്രോബ്ലംസും ഇഷ്യൂസും. എന്നുവെച്ചാൽ നമ്മളല്ല, മറ്റുള്ള ഫാമിലി മെമ്പേഴ്സിൻ്റെ കാര്യമാണ് അവരുണ്ടാക്കുന്ന, അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ഫാമിലി ഉള്ളത് കൊണ്ടും നമ്മൾ ജീവിക്കുന്നത് കൊണ്ടും ഒക്കെ തന്നെ നമുക്കറിയാമല്ലോ അതിൻ്റെ റിയാലിറ്റി എന്നുള്ളത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ അതിനകത്ത് നിന്ന് ഡിറ്റാച്ച് ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പല കാരണം കൊണ്ടും പല ഓബ്ലിഗേഷൻസ് ഉണ്ടാകും, പല അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ടാകും. അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഇതിനകത്തിൽ നിന്നും എന്നുവെച്ചാൽ നമ്മളെ മെൻ്റലി ഡിസ്റ്റർബ് ചെയ്യുന്ന, നമ്മുടെ മെൻ്റൽ പീസിനെ ഇല്ലാതാക്കുന്ന, നമ്മുടെ ഹാപ്പിനെസ്സിനെ ഇല്ലാതാക്കുന്ന ഒത്തിരി ഇതുപോലുള്ള കണ്ടീഷൻസും അതിനകത്തിൽ ഇൻവോൾവ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തികളൊക്കെ തന്നെ ഉണ്ടായിരിക്കും. നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലി, നമുക്കിപ്പോൾ ഔട്ട് സൈഡിലാണെങ്കിൽ നമുക്ക് അതിനായിട്ട് നമുക്ക് ഡിറ്റാച്ച് ചെയ്ത് പോകാം, ഇല്ലേ? ഇപ്പോൾ നമുക്ക് ഫാമിലിക്ക് വെളിയിലുള്ളൊരു അവസ്ഥയാണെങ്കിൽ നമുക്ക് അതിനകത്ത് നിന്ന് ഡിറ്റാച്ച് ചെയ്ത് പോകാം. ഇപ്പോൾ നമ്മളൊരു ജോലി ചെയ്യാൻ വേണ്ടി സ്ഥലത്ത് പോകുന്നു, ആ ജോലി സ്ഥലം നമുക്ക് അത്ര ഫേവറബിൾ അല്ലെങ്കിൽ നമുക്ക് ആ ജോലി വിട്ട് നമുക്ക് വേണേൽ പോകാൻ സാധിക്കും. നമ്മുടെ നെയ്ബർഹുഡിൽ നമുക്കൊരു വിഷയം ഉണ്ടെങ്കിൽ നമുക്ക് ആ നെയ്ബറുമായിട്ടുള്ള കണക്ഷൻ അല്ലെങ്കിൽ റിലേഷൻ നമുക്ക് കട്ട് ഓഫ് ചെയ്തിട്ട് നമുക്ക് തീർച്ചയായിട്ടും വേണമെങ്കിൽ വി ക്യാൻ പ്രൊട്ടക്റ്റ് അവർ മെൻ്റൽ പീസ്. പക്ഷേ നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലിയിൽ നിന്ന്, ഇല്ലേ, നമ്മുടെ പ്രോക്സിമേറ്റ് എന്ന് പറയുന്ന ഇമ്മീഡിയറ്റ് ഫാമിലിയിൽ നിന്ന് അതാണ് നമ്മളുടെ മെൻ്റൽ പീസിനെ അല്ലെങ്കിൽ ഹാപ്പിനെസ്സിനെ പിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രബിൾ ചെയ്യുന്നൊരു ഫാക്ടർ, അല്ലെങ്കിൽ അവിടെയാണ് അത്തരം വ്യക്തികളുള്ളെങ്കിൽ നമുക്ക് ഈ സോ ഡിഫിക്കൽട്ട് ഫോർ എ ലോട്ട് ഓഫ് പീപ്പിൾ, ഒത്തിരി ആൾക്കാർക്ക് അതിൽ നിന്നും ഡിറ്റാച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് സ്റ്റിൽ വി ക്യാൻ ഡു സംതിങ്.
അത് നമ്മൾ ചെയ്യണം. അത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്കിവിടെ ജനറലായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല, സ്പെസിഫിക്കായിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അത് വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ഹാപ്പിനെസ്, നമ്മുടെ മെൻ്റൽ പീസ് ഗ്യാരണ്ടി ചെയ്യുന്ന രീതിയിലുള്ള ജീവിത രീതികൾ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് ആ വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ്. അതാണ് നമ്മൾ ശരിക്കും പറയാൻ പോകുന്നത്. നമ്മുടെ ഹാപ്പിനെസ്സും മെൻ്റൽ പീസും ഗ്യാരണ്ടി ചെയ്യാൻ, എൻഷുർ ചെയ്യാൻ, ഉറപ്പാക്കാൻ, അഷ്വർ ചെയ്യാൻ മറ്റൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ മറ്റ് വ്യക്തികൾക്ക് സാധ്യമല്ല. നമ്മളുടെ മെൻ്റൽ പീസ് നമ്മുടെ ഉത്തരവാദിത്തമാണ്, മറ്റുള്ളവരുടെ ഉത്തരവാദിത്തമല്ല. ആ ബർഡൻ ഷെയർ ചെയ്യാൻ വേണ്ടി ആരും വരത്തില്ല. നമുക്ക് അത് ആ ഒരു നമ്മുടെ മനസ്സമാധാനം ഉറപ്പാക്കുവാൻ വേണ്ടി, നമ്മുടെ ഹാപ്പിനെസ് ഉറപ്പാക്കുവാൻ വേണ്ടി നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത്, മറ്റുള്ള വസ്തുക്കളെയോ അല്ലെങ്കിൽ മറ്റുള്ള അവസ്ഥകളെയൊക്കെ നമ്മൾ ആശ്രയിക്കുന്നത് തീർച്ചയായിട്ടും ഫൂളിഷ്നെസ്സാണ്, വിഡ്ഢിതനമാണ്. കാരണം നമുക്ക് തീർച്ചയായിട്ടും ഹാപ്പിനെസ്സും മെൻ്റൽ പീസും എക്സ്റ്റേണൽ ഓബ്ജക്ട്സിൽ നിന്നോ എക്സ്റ്റേണൽ കണ്ടീഷനിൽ നിന്നോ മറ്റുള്ള വ്യക്തികളിൽ നിന്നോ നമുക്കൊരിക്കലും ലഭിക്കത്തില്ല. അത് നമ്മളുടെ ഒരു ഇല്യൂഷൻ മാത്രമാണ്, നമ്മളെ തെറ്റായ ധാരണയാണ്. കാരണം നമുക്ക് ഒത്തിരി തെറ്റായ ധാരണകളുണ്ട് ജീവിതത്തിൽ. ആ തെറ്റായ ധാരണകളിൽ ഒരു ധാരണയാണ് ഈ പറഞ്ഞ കാര്യങ്ങളുള്ളത്. നമ്മുടെ മെൻ്റൽ പീസ് എൻഷുർ ചെയ്യേണ്ടത്, നമ്മുടെ മെൻ്റൽ പീസ് ഹാപ്പിനെസ് ഉറപ്പാക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമുക്കെങ്ങനെ ഉറപ്പാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മെൻ്റൽ പീസിനും നമ്മുടെ ഹാപ്പിനെസ്സിനും പിന്നെ അല്ലെങ്കിൽ അതിനെ ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന അവസ്ഥകൾ, റിലേഷൻസ്, ചോയ്സസ്, പിന്നെ എന്താണ് പറയുന്നത്, അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക, അതിനകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് തെറ്റായ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ, തെറ്റായ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ, നമ്മളുടെ തിരഞ്ഞെടുക്കലുകൾ ഏതെങ്കിലും കാര്യത്തിൽ തെറ്റാണെങ്കിൽ, പിന്നെ നമ്മളുടെ ഓബ്ലിഗേഷൻസ്, കാരണം പല ആൾക്കാരും പലതും ഏറ്റെടുക്കും. പല എന്താണ് ഒബ്ലിഗേഷൻ എന്നാൽ നമ്മൾ ഉത്തരവാദിത്തങ്ങളെല്ലാം നമ്മൾ പ്രതിബദ്ധത എന്നൊക്കെ ഉള്ളതല്ലേ. നമുക്കറിയാം പല വ്യക്തികളും പല കാര്യങ്ങളും ഏറ്റെടുക്കും. അതവരുടെ ശരിയായിട്ടുള്ള ഓബ്ലിഗേഷൻസ് ആയിരിക്കത്തില്ല, പക്ഷേ അതിപ്പോൾ തലയിടും. അപ്പോൾ അത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമ്മളുടെ ഹാപ്പിനെസ്സിനെയും നമ്മുടെ മെൻ്റൽ പീസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ മെൻ്റൽ പീസ് ഒക്കെ നഷ്ടപ്പെടുത്തും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ചോയ്സസ് റൈറ്റ് ആയിരിക്കണം. ആ ചോയ്സ് എന്ന് പറയുമ്പം അതാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളുന്നില്ല. അതിനകത്ത് നമ്മുടെ റൈറ്റ് റിലേഷൻസ്, റൈറ്റ് പീപ്പിൾ, റൈറ്റ് ഓബ്ലിഗേഷൻസ്, റൈറ്റ് പേഴ്സ്യൂട്ട് എന്നൊക്കെ പറയാം. പേഴ്സ്യൂവൻസ് എന്ന് വെച്ചാൽ നമ്മൾ എന്താണോ അന്വേഷിച്ച് പോകുന്നത്, നമ്മുടെ ലക്ഷ്യം എന്താണോ അത് കറക്റ്റ് ആയിരിക്കണം. മനസ്സിലായില്ല? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളുടെ ഉത്തരവാദിത്വമാണ് ശരിക്കും പറഞ്ഞാൽ. ഒട്ടുമിക്ക ജനങ്ങളുടെയും ഒട്ടുമിക്ക ആൾക്കാരുടെയും ജീവിതത്തിൽ ഈ ഹാപ്പിനെസ്സും മെൻ്റൽ പീസും ഇല്ലാത്തതിന് കാരണം ഈ പറഞ്ഞ കാര്യങ്ങളെ നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ടാണ്. എന്നുവെച്ചാൽ അവരുടെ ചോയ്സ് വളരെ കറക്റ്റ് ആയിരിക്കത്തില്ല, ചോയ്സ് വളരെ തെറ്റായിരിക്കും. കാരണം നമ്മുടെ ലൈഫിനെ ആദ്യാവസാനമായി ഡിഫൈൻ ചെയ്യുന്നതും തീരുമാനിക്കുന്നതും എന്താണെന്ന് പിന്നെ കാണിക്കുന്നതും നമ്മളുടെ ചോയ്സാണ്. കാരണം നമ്മൾ ജീവിക്കുക എന്ന് പറയുമ്പോൾ ചെറുതും വലുതായിട്ടുള്ള ചോയ്സസിൽ കൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ചോയ്സ് നമ്മുടെ ഡിസിഷൻസാണ്. ചില ഡിസിഷൻസ് നമ്മുടെ ഹാബിറ്റ്സ് എന്ന രീതിയിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു. ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നു. നമ്മൾ റെപ്പറ്റേറ്റീവ് അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നുണ്ട്. അത് നമ്മുടെ ചോയ്സാണ്. ചോയ്സ് ഈസ് അവർ ഡിസിഷൻസ്. അവർ ഡിസിഷൻസ് ആർ അവർ ചോയ്സസ്. അപ്പോൾ ആ ചോയ്സസ് അല്ലെങ്കിൽ ഡിസിഷൻസ് ആണ് നമ്മുടെ ലൈഫിൻ്റെ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ക്വാളിറ്റിയെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ക്വാളിറ്റി ഡിസൈഡ് ചെയ്യുക എന്ന് പറയുമ്പം തീർച്ചയായിട്ടും ഒരു പരിധിവരെ, ഞാൻ നേരത്തെ പറഞ്ഞ 100% അല്ലെങ്കിൽ 360 ഡിഗ്രി എന്നുള്ളൊരു മെഷറല്ല, ഒരു നല്ലൊരു റീസണബിൾ ഡിഗ്രി, ഒരു റീസണബിൾ മെഷർ, കുഴപ്പമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ആ ഒരു തലം വരെ അല്ലെങ്കിൽ ആ ഒരു അതിർത്തി വരെ നമുക്ക് കിട്ടുന്ന മെൻ്റൽ പീസ് അല്ലെങ്കിൽ ഹാപ്പിനെസ്, അല്ലെങ്കിൽ അതിൻ്റെ ലാക്ക് ഓഫ് ഹാപ്പിനെസ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് മെൻ്റൽ പീസ്. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ ചെയ്താലും ദാറ്റ്സ് അവർ ചോയ്സ്, ദാറ്റ്സ് അവർ ഡിസിഷൻ. അപ്പോൾ ആ ഡിസിഷൻ എന്ന് പറയുമ്പം അല്ല ചോയ്സ് എന്ന് പറയുമ്പം ഒന്നുകിൽ ഇറ്റ് റിലേറ്റ്സ് വിത്ത് സം പീപ്പിൾ, ഇറ്റ് റിലേറ്റ്സ് വിത്ത് സം കണ്ടീഷൻ. കണ്ടീഷൻ എന്ന് പറയുന്നത് മാത്രമായിരിക്കത്തില്ല, പക്ഷേ ഓക്കെ, ഇപ്പോൾ നമ്മൾ കണ്ടീഷൻ ഉണ്ടാക്കാം. ഇപ്പോൾ മഴ പെയ്യുന്നു. മഴ പെയ്യുമ്പോൾ നമ്മൾ
വണ്ടിയിൽ യാത്ര ചെയ്യുകയോ നടന്നു പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്, അതൊരു കണ്ടീഷനാണ്. അതിൽ വ്യക്തികളൊന്നും ഇൻവോൾവ് അല്ല. അപ്പോൾ നമ്മൾ കുട എടുത്തുകൊണ്ട് പോകണോ അല്ലെങ്കിൽ വണ്ടിയിൽ പോകണമെങ്കിൽ നമ്മൾ റെയിൻ കോട്ട് ഇട്ടുകൊണ്ട് പോകണോ എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യുന്നു. അല്ലെങ്കിൽ റെയിൻ കോട്ട് ഇടാതെ പോകുമ്പോഴത്തേക്ക് വഴിയിൽ മഴ പെയ്യുന്നു, ഭയങ്കരമായിട്ട് നമ്മൾ നനയുന്നു. അല്ലെങ്കിൽ കുട എടുക്കാതെ പോകുന്നു, മഴ പെയ്യുന്നു, നനയുന്നു. അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കയറി നിൽക്കേണ്ടി വരുന്നു. അങ്ങനെ നമ്മുടെ സമയം നമുക്ക് പാഴാക്കേണ്ടി വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട ചോയ്സുണ്ട്, വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട ചോയ്സുണ്ട്, ആ വ്യക്തികൾ ഉണ്ടാക്കുന്ന കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട ചോയ്സുകളുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥകളിൽ നമുക്ക് ചൂസ് ചെയ്യേണ്ടി വരും. അതുമാത്രമാണ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ചൂസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ഡിസിഷനാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതൊക്കെ എടുക്കുന്ന ഡിസിഷനാണ്. എന്നുവെച്ചാൽ ചിന്തിക്കാതെയോ ചിന്തിച്ചുകൊണ്ടോ ഒക്കെ തന്നെ എടുക്കുന്ന ഡിസിഷനാണ്. അതിൻ്റെയൊക്കെ ഔട്ട്കം അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഫേവറബിൾ ആയിരിക്കും, ചിലപ്പം അൺഫേവറബിൾ ആയിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, തീർച്ചയായിട്ടും നമ്മൾ ബാഡ് ചോയ്സ് ആണെങ്കിൽ നമുക്ക് അൺഫേവറബിൾ ആയിരിക്കും എന്തൊക്കെ തന്നെ വരും, ഇല്ലേ? ഇപ്പോൾ മഴ നല്ലവണ്ണം പെയ്യാൻ പോകുന്നു, നമ്മൾ കുട എടുക്കാതെ പോകുന്നു, നമുക്ക് നനയേണ്ടി വരും, തീർച്ചയായിട്ടും അല്ല, ഇല്ലേ? അല്ലെങ്കിൽ നമ്മൾ റെയിൻ കോട്ട് ഇടാതെ റെയിൻ കോട്ട് എടുക്കാതെ നമ്മൾ വണ്ടിയിൽ പോകുന്നു, നമുക്ക് തീർച്ചയായിട്ടും നനയേണ്ടി വരും. അപ്പോൾ ബാഡ് ചോയ്സിൻ്റെ ഫലമാണ് നമുക്ക് ബാഡ് കോൺസിക്വൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഡിസൈഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും റൈറ്റ് ചോയ്സസ് മാക്സിമം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. റൈറ്റ് ചോയ്സസ് അല്ലെങ്കിൽ റൈറ്റ് ഡിസിഷൻസ്. അപ്പോൾ അതിനകത്തിൽ ഉൾപ്പെടുന്നതാണ് റൈറ്റ് പീപ്പിൾ. എന്നുവെച്ചാൽ നമ്മളുമായിട്ട് ബന്ധപ്പെടേണ്ട, നമ്മളുമായിട്ട് സൗഹൃദം ഉണ്ടാക്കേണ്ട, എന്നുവെച്ചാൽ റൈറ്റ് ഫ്രണ്ട്സ്, റൈറ്റ് റിലേഷൻസ്, അല്ലെങ്കിൽ റൈറ്റ് പിന്നെ പറയുന്നത് അറ്റാച്ച്മെൻറ്റ്സ്. പക്ഷേ എപ്പോഴും നമുക്ക് പെർഫെക്ഷൻ സാധ്യമല്ല. പലപ്പോഴും നമുക്ക് തെറ്റാം. നമ്മൾ ശരിയാണെന്ന് വിചാരിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ നമുക്ക് തെറ്റാം, അല്ലെങ്കിൽ ശരിയാണെന്ന് വിചാരിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ചോയ്സസ് നമുക്ക് തെറ്റാം. അതൊക്കെ ഹ്യൂമൻ ലൈഫിൻ്റെ പാർട്ട് ആൻഡ് പാർസലാണ്. ഈസ് പാർട്ട് ഓഫ് എ ഡീൽ. അതിനകത്തും തെറ്റൊന്നുമില്ല. നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ പരമാവധി യു ചൂസ് റൈറ്റ് പീപ്പിൾ, റൈറ്റ് കണ്ടീഷൻസ്, റൈറ്റ് ഓബ്ലിഗേഷൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജനങ്ങളെ സംബന്ധിച്ച്, മനുഷ്യരെ സംബന്ധിച്ചെന്നാൽ. നമ്മളെ സംബന്ധിച്ച് റൈറ്റ് ഓബ്ലിഗേഷൻസ് ആണ് ഏറ്റവും പ്രധാനം. എന്നുവെച്ചാൽ നമ്മൾ ഏറ്റെടുക്കേണ്ട നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ. പല ആൾക്കാരും അങ്ങനെയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് അവർ പോയി പല കാര്യങ്ങളിലും പല പ്രശ്നങ്ങളിലും അവർ ഇൻവോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിത്യജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, എല്ലാ മേഖലകളിലും നമുക്ക്, ഇല്ലേ? പിന്നെ ഇപ്പം രാഷ്ട്രീയ നേതാവിന് വേണ്ടി കീജയെ വിളിച്ചിട്ട് റോഡിലിറങ്ങി തെരുവിലിറങ്ങി ഭയങ്കര ഗുണ്ടായുസവും അക്രമവും കാണിക്കുമ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, കേസാകുന്നു, വഴക്കാകുന്നു, കേസാകുന്നു, പ്രശ്നമാകുന്നു, അകത്ത് പോകേണ്ടി വരുന്നു. അപ്പോൾ അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ റൈറ്റ് ഓബ്ലിഗേഷൻ അല്ല എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റൈറ്റ് ഓബ്ലിഗേഷൻ ആയിരിക്കണം നമ്മളുടെ. നമുക്ക് ഓബ്ലിഗേഷൻ ഉണ്ടാകണം, പക്ഷേ അത് റൈറ്റ് ആയിരിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പോയി ഇടപെടേണ്ട ആവശ്യമില്ല, തലയിടേണ്ട ആവശ്യമില്ല, ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ മെൻ്റൽ പീസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത്, നമ്മുടെ ഹാപ്പിനെസ്സിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത്. അപ്പോൾ ഹാപ്പിനെസ്സും നമ്മുടെ മെൻ്റൽ പീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വ്യക്തിപരമായിട്ട്. അത് മറ്റുള്ളവരെ ആശ്രയിച്ചല്ല, നമ്മളെ മാത്രം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ കൃത്യമായിട്ടുള്ള ചോയ്സസും കൃത്യമായിട്ടുള്ള ബന്ധങ്ങളും കൃത്യമായിട്ടുള്ള ഓബ്ലിഗേഷൻസും അതുപോലെ തന്നെ ഈ റൈറ്റ് പേഴ്സ്യൂട്ട് എന്നൊക്കെ പറയുന്നത്, പേഴ്സ്യൂട്ട് നമ്മൾ ലക്ഷ്യമാക്കി നീങ്ങുന്ന എന്താണ് റൈറ്റ് പേഴ്സ്യൂട്ട് എന്ന് പറയുന്നത്. പേഴ്സ്യൂയിങ് ദ ഗോൾ എന്നൊക്കെ പറഞ്ഞില്ലേ, ലക്ഷ്യം നമ്മൾ മുൻനിർത്തിയുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് റൈറ്റ് എന്നുള്ള, റൈറ്റ് മീൻസ് RIGHT, ശരി. ശരി എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുന്നത് ശരിയല്ല, അതിൻ്റെ മെറിറ്റ് അനുസരിച്ച് അത് ശരിയായിരിക്കണം എന്ന് മാത്രമേ. വ്യക്തികൾക്ക് അവരുടെ സൗകര്യം അനുസരിച്ച് അവർ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് തെറ്റായി പോകുന്നത്. ശരി പറഞ്ഞാൽ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ മെറിറ്റായിട്ട് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് റൈറ്റ് എന്ന് പറയാൻ സാധിക്കണം. അത് നമ്മളുടെ സൗകര്യം അനുസരിച്ചോ നമ്മളുടെ ഇഗ്നറൻസോ നോളജോ ഒന്നും അനുസരിച്ചല്ല, അത് റൈറ്റ് ആയിരിക്കണം ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ നമുക്ക് കിഴക്കോട്ടാണ് പോകേണ്ടതെങ്കിൽ നമ്മൾ കിഴക്കോട്ടേ പോകാവൂ. പടിഞ്ഞാട്ട് പോയിട്ട് പറയുകയാണ് ഞാൻ കിഴക്കോട്ടാണ് പോകാൻ ഉദ്ദേശിച്ചത്, ഞാൻ കിഴക്കോട്ടാണ് പോയത്, പക്ഷേ അതിന് നമ്മൾ ന്യായീകരിക്കുമല്ലോ, എക്സ്ക്യൂസസ്, എലിബീസ് എന്നൊക്കെ പറയും. അങ്ങനല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു കാര്യം എന്താണോ ഉദ്ദേശിക്കുന്നത് അത് കറക്റ്റായിരിക്കണം, റൈറ്റ് ആയിരിക്കണം. അത് വേറെ ഡൈലൂഷൻസോ അല്ലെങ്കിൽ വേറെ ഡൈവേർഷൻസോ എക്സ്ക്യൂസസോ അല്ലെങ്കിൽ ജസ്റ്റിഫിക്കേഷൻസോ ഒന്നും നമുക്ക് സാധ്യമാകരുത് നമ്മുടെ. അപ്പോൾ ഒരു കാര്യം കറക്റ്റാണെങ്കിൽ ആ കറക്റ്റായിട്ടുള്ള കാര്യം നമ്മൾ തീരുമാനിക്കുക, ചെയ്യുക, എടുക്കുക, ഏറ്റെടുക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും കോംപ്ലിക്കേഷൻസ് കുറയും. നമുക്ക് ഈ പറഞ്ഞ ഹാപ്പിനെസ്സും മെൻ്റൽ പീസും നമ്മൾ കോംപ്ലിക്കേറ്റ് ചെയ്തില്ല.
അപ്പോൾ മെൻ്റൽ ഹാപ്പിനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വ്യക്തിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. മറ്റാരും തന്നെ നമുക്ക് വേണ്ടി അത് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക, കറക്റ്റായിട്ടുള്ള തിരഞ്ഞെടുക്കൽ നമ്മൾ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ജീവിത പ്രവൃത്തികളുമായിട്ട് ബന്ധപ്പെട്ട കോംപ്ലിക്കേഷൻസ് ഒരു പരിധിവരെ അത് ഒഴിവാക്കിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് മെൻ്റൽ പീസ് നഷ്ടപ്പെടുന്ന എപ്പോഴാണ്, അല്ലെങ്കിൽ ഹാപ്പിനെസ് നഷ്ടപ്പെടുന്ന എപ്പോഴാണ്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏർപ്പെടുന്ന അവസ്ഥകളിൽ നമുക്ക് അത് കോംപ്ലിക്കേറ്റ് ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞിട്ട്. നമ്മളതിന് കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്തുകയോ അല്ലെങ്കിൽ ആ പ്രോബ്ലത്തെ നമ്മൾ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യുകയോ മിസ്മാനേജ് ചെയ്യാതിരിക്കുകയോ ചെയ്യുമ്പോഴാണ് നമുക്ക് ഹാപ്പിനെസ് അല്ലെങ്കിൽ മെൻ്റൽ പീസ് നഷ്ടപ്പെടാതിരിക്കുന്നത്. ഹാപ്പിനെസ്സും മെൻ്റൽ പീസും നഷ്ടപ്പെടുന്നത് നമ്മൾ മിസ്മാനേജ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അതിനെ തീർച്ചയായിട്ടും മിസ്ഹാൻഡിൽ ചെയ്യുമ്പോഴൊക്കെ തന്നെ ഇരിക്കുന്നത്, ഇല്ലേ? മിസ്ഹാൻഡിൽ ചെയ്യുമ്പോഴാണ് നടക്കുന്നത് ഏത് വിഷയമാണ്. അപ്പോൾ അതിനുള്ള ഒരു ലോജിക്കൽ അപ്രോച്ച്, റാഷണൽ അപ്രോച്ച് നമുക്കുണ്ടാകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹാപ്പിനെസ്സും മെൻ്റൽ പീസും നമുക്ക് എല്ലാ വ്യക്തികളെയും സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് സ്വന്തമായിട്ടാണ്. മറ്റുള്ളവർ അതിനകത്തിൽ ഏർപ്പെടത്തില്ല. മറ്റുള്ളവർ എന്ന് പറയുന്നത് നമ്മളൊഴിച്ച് ബാക്കി എല്ലാവരും ഔട്ട്സൈഡേഴ്സാണ്. അതാദ്യം മനസ്സിലാക്കുക. നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, അച്ഛനായാലും അമ്മയായാലും മോനായാലും മോളായാലും ഭാര്യയായാലും ഭർത്താവായാലും ആര് തന്നെയായാലും ശരി, നമ്മളൊഴികെ ബാക്കി എല്ലാവരും ഔട്ട്സൈഡേഴ്സാണ്. കാരണം നമ്മളെ ഒരു വ്യക്തിയായിട്ടാണ് ഈ ഭൂമിയിൽ, ഈ ലോകത്ത് നിലനിർത്തുന്നത്. കാരണം നമ്മൾ സ്വന്തമായിട്ടാണ് ശ്വസിക്കുന്നത്. നമുക്ക് വേണ്ടി ആർക്കും ശ്വസിക്കാൻ പറ്റത്തില്ല. അവിടെ നിന്ന് തന്നെ നമുക്കറിയാം നമുക്ക് സ്വത്വമുണ്ട്, അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ടുള്ളൊരു വ്യക്തി എന്നുള്ള ഒരു എക്സിസ്റ്റൻസ് ഉണ്ടെന്നുള്ളത്. നമുക്ക് വിശപ്പുണ്ടെങ്കിൽ നമ്മൾ കഴിച്ചേ പറ്റത്തുള്ളൂ. നമ്മൾ മീൻസ് ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് കഴിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന അച്ഛനായാലും അമ്മയായാലും അല്ലെങ്കിൽ നമ്മളുടെ മറ്റാരെങ്കിലും ഒക്കെ തന്നെ മക്കൾ, മകൻ, മോൾ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര വിശപ്പുണ്ട്. പക്ഷേ നിങ്ങൾ സ്നേഹിക്കുന്ന മോനോ മോളോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ കഴിച്ചാൽ നിങ്ങളുടെ വിശപ്പ് മാറത്തില്ല. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട്, നിങ്ങൾക്ക് മീൻസ് നമുക്ക് വ്യക്തിപരമായിട്ടുള്ള സ്വത്വമുണ്ട്. അപ്പം ആ സ്വത്വം ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ എന്നും ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് നമ്മൾ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത്. കാരണം നമ്മളായിട്ടേ മരിക്കത്തുള്ളൂ, നമ്മളായിട്ടാണ് ജനിക്കുന്നത്, നമ്മളായിട്ടേ മരിക്കത്തുള്ളൂ. നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ കൂടെ മരിക്കത്തൊന്നുമില്ല മറ്റുള്ള ആൾക്കാരൊന്നും, നമ്മൾ മരിച്ചതുകൊണ്ട്, അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് വിശക്കുന്നുണ്ട്, ലോകത്തിലെ മറ്റുള്ളവർക്ക് വിശക്കത്തില്ല. വിശപ്പുണ്ടാകും, പക്ഷേ നമുക്ക് വിശക്കുന്നുണ്ട്. ആ കാരണം കൊണ്ട് നമ്മുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നമ്മളുടെ മറ്റ് ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, നമ്മുടെ മകൻ, മകൾ, ഭാര്യ, അവർക്കൊന്നും വിശക്കത്തില്ല. അല്ലെങ്കിൽ നമുക്ക് ദാഹിക്കുന്നുണ്ട്, അവർക്ക് ദാഹിക്കത്തില്ല. അല്ലെങ്കിൽ നമുക്ക് ദാഹിച്ചു കഴിഞ്ഞാൽ അവർ വെള്ളം കുടിച്ചാലോ അല്ലെങ്കിൽ നമുക്ക് വിശക്കുമ്പോൾ അവർ ആഹാരം കഴിച്ചാലോ നമ്മുടെ വിശപ്പും ദാഹവും മാറത്തില്ല. ദെയർഫോർ വി ആർ യുണീക്ക് ഇൻഡിവിജ്വൽസ്. അത് മനസ്സിലാക്കുക ആദ്യം. അപ്പോൾ നമ്മുടെ മെൻ്റൽ പീസും നമ്മളുടെ ഹാപ്പിനെസ്സും എല്ലാം തന്നെ നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള ഉത്തരവാദിത്വമാണ്. അത് നമ്മൾ ഏറ്റെടുക്കുക. അപ്പോൾ അത് ഉറപ്പാക്കുവാൻ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പരമാവധി സൃഷ്ടിക്കാൻ നോക്കുക. എന്നാൽ മാത്രമേ നമുക്കിത് ഉറപ്പാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ മെൻ്റൽ പീസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.